സൂര്യയുടെ തന്നെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്ന ഒരു 4 വീടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ്. 4 വീട് അതിമനോഹരമായിട്ടാണ് ഈ വീട് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഈ 4 വീടിൻ്റെ ഫ്രണ്ട് ഏരിയ ആണ്. ഒരുപാട് മുറ്റം ഇതിനുണ്ട്. അതേപോലെ തന്നെ ഒരു ഫ്രണ്ടിൽ ഒരു കളിത്തട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ കാർ പോർച്ചും ഉണ്ട്. കാർ പോർച്ചും അതിമനോഹരമായിട്ട് ഓടിട്ടത് തന്നെയാണ്. ഫുള്ള് ഓടിലാണ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഓടിലാണ് ഇതും ചെയ്തേക്കുന്നത്. വീടിൻ്റെ അകത്തോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു മ്യൂറൽ പെയിൻറ്റിങ് ഇവിടുത്തെ ചേട്ടൻ തന്നെയാണ് അത് വരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു വരാന്ത കൊടുത്തിട്ടുണ്ട്. ഈ 4 വീടായതുകൊണ്ട് തന്നെ ഈ വീടിന് ചുറ്റും വരാന്തകളാണ്. അതേപോലെ തന്നെ ഒരുപാട് തൂണുകൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മറ്റൊരു സവിശേഷത എന്തെന്നാൽ ഈ വീടിൻ്റെ ആർക്കിടെക്ട് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ആർക്കിടെക്ട് വീടിൻ്റെ പ്ലാനിങ് എല്ലാ ഡീറ്റെയിലായിട്ട് ചെയ്തേക്കുന്ന ഈ വീടിൻ്റെ ഗ്രഹനാഥം തന്നെയാണ്. അതാണ് ഇതിന് ഏറ്റവും എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഓരോ കാര്യങ്ങളും ഈ ചേട്ടൻ തന്നെയാണ് ഈ വീടിന് വേണ്ടിയിട്ട് ചെയ്തത്. അതേപോലെ തന്നെ കുറേ ടൈം എടുത്തിട്ടാണ് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ബാക്കി ഡീറ്റെയിൽ ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. ചേട്ടൻ എത്ര കാലം എടുത്തിട്ടാണ് ഈ വീട് ഇങ്ങനെ? നമ്മളിപ്പോൾ 3 വർഷമാകും. 3 വർഷമാണ്. 3 വർഷം അടുപ്പിച്ചാണ്. ഇങ്ങനൊരു പ്ലാനിലോട്ട് വരാനായിട്ടുള്ള എന്താണ്? എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ചുമർച്ചിത്ര, ഞാൻ ചുമർച്ചിത്രകലാകാരനാണ്. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. ഏതോ ആ രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ട്രഡീഷണലായിട്ട് തന്നെ ചെയ്യണമെന്നുള്ളൊരു 4 മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ചേട്ടൻ വീട് ചെയ്ത് ചെയ്യുന്നത്. കാരണം തന്നെ നേരത്തെ നമ്മളൊരു 4 വീടിൻ്റെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് 4 ആണെന്ന് പൂർണ്ണമായിട്ടും 4 ഇങ്ങനെയുള്ള വീടുകളാണ് പൂർണ്ണമായിട്ടും ഒരു 4 വീടെന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽ വീട് ഫുൾ ഓടിലാണ് ചെയ്തേക്കുന്നത്. ഏകദേശം 90,000-90,000 ഓടിലാണ് ചെയ്തേക്കുന്നത്. അതും എല്ലാം ഒറ്റ ഡിസൈനിൽ ഒറ്റ വർക്കിൽ തന്നെയുള്ള ഓടിലാണ് ഇത് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടള വരുവാണെന്നുണ്ടെങ്കിൽ ആഞ്ഞിലാണ് കട്ടള. കഥക വരുവാണെന്നുണ്ടെങ്കിൽ തേക്കിലും ചെയ്തേക്കാണ്. ഇതിനകത്ത് ഒരു മണിച്ചിത്രത്താഴ് ലോക്കും ചെയ്തിട്ടുണ്ട്. അതും മനോഹരമായിട്ട് തന്നെയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഈ മ്യൂറൽ പെയിന്റിങ് ചേട്ടനല്ലേ? ഞാൻ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് വരച്ചതല്ലേ? ഓക്കെ. ഇത് ഈ പഴയൊരു തറവാട് പൊളിച്ച് അങ്ങനെ നമ്മൾ എടുത്തതായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മളെടുത്തിട്ട് മാമാർ പുരട്ടിയുടെ തറവാട് പൊളിച്ചിട്ട് അവിടെ എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ഇപ്പം ടോട്ടൽ വരുന്ന എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? 2580. ഇപ്പം എത്ര ബെഡ്റൂം? 4 ബെഡ്റൂം, 2 അറ്റാച്ച്ഡ് ബെഡ്റൂം, പിന്നെ ഒരു ഓപ്പൺ ഓക്കെ. ഒരു വരാന്ത. ഈ വരാന്തയ്ക്ക് എന്തെങ്കിലും തൂണുകളെല്ലാം എവിടെ നിന്നാണ്? തൂണുകളെല്ലാം നമ്മൾ പഴയ പോസ്റ്റ് എടുത്തിട്ട് അതിനെ മുറുക്കിയെടുത്ത് അങ്ങനെ ചെയ്തതാണ്. ലേറ്റാണത്. അത് പഴയ പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. അതിനെടുത്തിട്ടാണ് അത് ടോട്ടൽ എത്ര തൂണുകൾ? 30 തൂണുകളുണ്ട്. 30 തൂണുകളുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ ഒരു ആന്റിക് പീസ് ഇരിപ്പുണ്ട്. അത് ശ്രദ്ധിച്ചാൽ ചക്രം. അത് ഇതല്ലേ ഇവിടെ നിന്ന്? ഇതൊക്കെ അടുത്തൊരു വീട്ടിൽ ഇരുന്നതാണ്. ജനാലകളാണ് സവിശേഷത ഉള്ളത്. അതെ, ജനലെല്ലാം സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുന്നത് നല്ല എടുത്തതാണ്. പുതിയതല്ലത് പഴയതടുത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റ് ചെയ്തതാണ്. ഇത് തന്നെ കാണുമ്പോഴറിയാം. ഇത് ഗ്ലാസ് എല്ലാം നമ്മള് പുതിയതാണ്. അത് ഫ്രെയിം ഇതില്ലായിരുന്നു. നമ്മളത് പുതിയ ഇതിനകത്ത് പകുതിയും പുറത്തുനിന്ന് സെക്കൻഡ് ഹാൻഡ് അതെ വാങ്ങിച്ചതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പൈസ സേവ് ചെയ്യുന്നുണ്ട്. വീട് എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുക, നമുക്കൊരു നമ്മള് ട്രഡീഷണലായിട്ട് പക്കാ ട്രഡീഷണലായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പക്കാ ട്രഡീഷണൽ തന്നെ ചെയ്യാൻ കൺസെപ്റ്റിലായിരുന്നു. അതെന്റെ പോലെ കണ്ടപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ മൊത്തം ട്രഡീഷണലായിട്ട് പോകണമെങ്കിൽ അകത്ത് ബാത്റൂം ഒന്നും പറ്റത്തില്ല. അപ്പൊ നമുക്ക് താഴെ നല്ല ടൈലല്ല ഇട്ടേക്കുന്നത്. റെഡോക്സിയാണ് ചെയ്തേക്കുന്നത്. റെഡോക്സി ചെയ്തേക്കുന്നതും നല്ല ഗ്ലോസി ആയിട്ട് തന്നെ മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിപ്പം നമ്മുടെ കെട്ടല്ല കണ്ണൂരല്ല, പെരുമ്പാവൂര് കല്ലെടുത്തിട്ട് നമ്മളത് സെറ്റ് ചെയ്തതാണ്. ഇതിനകത്ത് ചെയ്തേക്കുന്ന റെഡോക്സി നമ്മൾ റെഡോക്സിയോട് പോയിന്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്തെടുക്കുക. 30 തൂണുകളുണ്ടെന്ന് പറഞ്ഞത് തന്നെ ഇത് ചുറ്റിനും വരാന്തയാണ്. 4 പറയുമ്പോൾ തന്നെ എന്താ പറയാ, 4 കെട്ടാണല്ലോ. അതേപോലെ തന്നെ ചുറ്റിനും വരാന്ത ചെയ്ത് വെച്ചേക്കൊണ്ട്
ഇത് ചെയ്തേക്കുന്നത് എങ്ങനെയാണ് ഈ മേൽക്കൂര നമ്മളെല്ലാം സ്ക്വയർ പൈപ്പിലാണ് ചെയ്തേക്കുന്നത്. പഴയ ഓട് കയറ്റി കഴിഞ്ഞിട്ടൊന്നും പെയിന്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല. അപ്പൊ നമ്മൾ ലിവിങ്ങിലോട്ടാണ് വരുന്നത്. ലിവിങ്ങിലെ ഡീറ്റെയിലും അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളും നമുക്ക് ഇവിടുത്തെ ഗ്രഹനാഥന്റെ അടുത്ത് തന്നെ ചോദിച്ചാൽ അപ്പൊ ലിവിങ് ഏരിയയിലോട്ടാണ് വരുന്നത്. ലിവിങ് ഏരിയയിലോട്ട് വരുന്നുണ്ടെങ്കിൽ പെയിന്റിംഗ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ടി വി യൂണിറ്റും വെക്കാം. ടി വി യൂണിറ്റ് ഇവിടെ ഒരു അരിപ്പെട്ടി പഴയ നമ്മൾ കുറച്ച് വർക്ക് ചെയ്തതാണ്. അരിപ്പെട്ടി അതെ. പണ്ട് നമ്മള് കിച്ചണില് അവര് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ, അരിയായാലും അങ്ങനെ സാധനങ്ങളെല്ലാം സ്റ്റോറേജ് ആയിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരുന്നു. മുകളിൽ മച്ചുണ്ട് കേട്ടോ. മുകളിൽ മച്ച് വരുന്നത് മുകളിൽ വെച്ചത് നമ്മുടെ കീബോർഡും പെയിന്റിങ് അത് ശരിക്കും പൂർത്തിയായിട്ടില്ല. അതിനും കുറച്ചുകൂടെ ഉണ്ട്. ഇപ്പൊ നമുക്കറിയില്ല നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സോഫ സെറ്റ് കിട്ടിയത്. സോഫ സെറ്റ് ആണ് എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും അത് നമ്മുടെ ഒരു സുഹൃത്ത് കരോട്ടാണ്. നമ്മുടെ അയച്ചേട്ടൻ, പാലക്കാടുള്ള അയച്ചേട്ടനാണ്. അദ്ദേഹത്തിന്റെ വീടാണ്. നമ്മൾ പറഞ്ഞതിനേക്കാളും വളരെ ഭംഗിയായിട്ടാണ് അത് ചെയ്തത്. ഇതൊന്നും പറഞ്ഞാൽ പോലെ അത്രയും ഭയങ്കര വലിയ വർക്കാണ് അത് ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു വിഷ്വല് ഞാൻ കാണിക്കാം. അത്രയും നന്നായിട്ടാണ് ചെയ്തേക്കുന്നത്. അതെല്ലാം ഫ്രണ്ടിലാകുമ്പോഴും ചെയ്തേക്കുന്നത്. അതും ഒരു നന്നായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഊഞ്ഞാലും ചെയ്തിട്ടുണ്ട്. ഊഞ്ഞാല് പഴയ നമ്മൾ ചെയ്തതാണോ? നമ്മൾ ചെയ്യിച്ചതാണ്. ഓക്കെ. ഇതിന്റെ ഒരു സവിശേഷത ഈ നാലുകെട്ട് വീടിന്റെ ഉള്ളിലോട്ട് വരുമ്പോൾ മിക്ക വീടുകളിലും കാണുന്നത് ഒരു ഊഞ്ഞാലാണ്. പക്ഷെ ഒരു ഊഞ്ഞാലുകൾ ഉണ്ടെങ്കിൽ ഇതൊരു പൂർണ്ണത ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ സിനിമകളിലായാലും എന്താ പറയാ നാലുകെട്ട് തറവാടുകളിലായാലും കാണാൻ കഴിയുന്നത് ഒരു ഊഞ്ഞാലാണ്. നേരിട്ട് വരുന്നത് ഒരു അകത്തളമാണ്. അകത്തളം അതേപോലെ തന്നെ ഡൈനിങ് സ്പേസ് ഉണ്ട്. അകത്തളം നല്ല സ്പേസിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താ പറയാ വെള്ളമൊന്നും കെട്ടി നിൽക്കില്ല. അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ തന്നെ പുറത്തൊരു കുളമുണ്ട് കേട്ടോ. അതാണ് മെയിനായിട്ട് ഞാൻ പറയാനായിട്ട് പറഞ്ഞില്ല എന്ന് പറയാം. പുറത്തൊരു കുളവും ചെയ്തിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ ഇങ്ങനെ ചെയ്യാനായിട്ട് ഇത്രയും ഒരു സ്പേസ് ചെയ്യാനായിട്ട് എങ്ങനെ നമുക്ക് ഇതിന് സ്പേസ് ആ മനസ്സിലുണ്ടായിരുന്നില്ല. നമ്മുടെ അനുസരിച്ച് ഇതിന് കൂടുതൽ സ്പേസ് ഉണ്ടെങ്കിൽ പക്ഷെ ഇത് തന്നെ ഭയങ്കര സ്പേസിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാനുള്ള ഇതും നന്നായിട്ട് തന്നെയാണ്. നന്നായിട്ട് പറഞ്ഞ ഇതിന്റെ ഈ ഒരു ഓട് ചെയ്തതാണ് വർക്ക് ചെയ്ത അഡീഷണൽ കാൽപ്പാട് ഇതിന്റെ മൊണാക്ട് വർക്ക് ചോർച്ചയാണെന്നുണ്ടെങ്കിൽ ഇത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വാർത്തല്ല. വാർത്താതെയാണ് ഇത് ഫുള്ള് ഓടിൽ ചെയ്തിരിക്കുന്നത്. നാലുകെട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് സാധാരണ നാലുകെട്ട് നമ്മൾ സ്റ്റൈലിൽ ഫുള്ള് സാധാരണ എല്ലാവരും സേഫ്റ്റിയുടെ വെള്ളം നേരെ നമ്മൾ കുളമുണ്ട്. അതിലൂടെ വെള്ളം ഇവിടെ ടൈലൊന്നും ചെയ്തിട്ടില്ല. അതിലല്ല നമ്മള് മൊത്തത്തിൽ കിച്ചണിൽ പോലെ നമ്മൾ നാല് ബാത്റൂം അങ്ങനെയൊക്കെ. പക്ഷെ പഴയ വീടുകളാണ് റെഡ് ഹൗസ്. എന്റെ പഴയ വീട്ടിൽ റെഡ് ഹൗസ് ചെയ്തേക്കുന്നത്. ഞങ്ങളെല്ലാം ആ സിനിമയ്ക്കാണ് അതൊരു തണുപ്പുമാണ്. അതെ. ഇപ്പൊ നമുക്ക് ഡൈനിങ്ങിലോട്ടാണ് വരുന്നത്. ഡൈനിങ് എന്ന് പറയുന്നത് ടേബിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഭയങ്കര ഒരു ഡിസൈൻ അല്ല. പക്ഷെ പഴയ 150 വർഷത്തോളം പഴക്കമുള്ളതാണ് ചേട്ടൻ പറഞ്ഞത്. ഇത് എങ്ങനെ ഒപ്പിച്ചത്? ഇത് ഈ 10,000-ന്റെ കൂടെ അലങ്കരി നമ്മൾ എടുത്തതാണ്. അപ്പൊ അതിന്റെ നിലപ്പലകയാണ്. പലക കൊണ്ട് നമ്മൾ ചെയ്തതാണ്. ആ പലക കൊണ്ട് തന്നെയാണ് ടേബിളെല്ലാം ചെയ്തേക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്. നല്ല റേറ്റിലാണ് ടേബിൾ കാണുന്ന ഭയങ്കര വലിയ വെയിറ്റ്. സാധാരണ റേഞ്ച് ഒക്കെ മതി. ഇതിലോട്ട് വെട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ്
ഈ ഒരു പ്ലാൻ ഡൈനിങ്ങിലോട്ട് കറക്റ്റ് ഒരു വെട്ടം, അതേപോലെ തന്നെ ഡൈനിങ്ങിൽ നിന്ന് എന്താ പറയുക നമ്മുടെ കുളമാണ് കാണുന്നത്. ഒരു കുളം പോലെ ഇത് ചെയ്ത് വെച്ചേക്കൊണ്ട് അത് മനോഹരമായിട്ടാണ് ചെയ്തത്. ഒരു മെയിൻ ബെഡ്റൂമിലോട്ടാണ് വന്നിരിക്കുന്നത്. മെയിൻ ബെഡ്റൂമിൽ സത്യം പറഞ്ഞാൽ ചൂടറിയാനില്ലാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ട്, അതേപോലെ തന്നെ താഴെ മച്ച്, അതുപോലെ തന്നെ ഇത് ഭിത്തി കൊണ്ട് ജിപ്സം പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവെല്ലാം പറയുന്നുണ്ട്. വെള്ളം തുടച്ചാലും വീണെടുത്ത് ചെയ്യാൻ പാടില്ല. ഇവിടെ കട്ടിലുണ്ട്. കട്ടിലും പഴയ ഒരു കട്ടിലാണ് ചെയ്തേക്കുന്നത്. ഒരു ചെറിയൊരു ചെയർ പോലെ ഒരു ഇതുണ്ട്. അപ്പൊ ഈ ഞാൻ പറഞ്ഞില്ലേ ജനാലകൾ ഫുള്ള് ഇവിടുത്തെ എന്താ പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ ഒറ്റക്കോശം ജനാലകളാണ് കാണുന്നത്. ഇത് 2 ജനാലകളാണ്. ഒന്ന് തുറക്കുമ്പോൾ മറ്റൊന്നും കൂടെ തുറക്കണം. പക്ഷേ നന്നായിട്ടാണ് ഇതുള്ളത്. ഡിസൈനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും സിമ്പിൾ ആയിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഈ ഇവിടെ തടികളാണ്, തടിയാണ് യൂസ് ചെയ്ത് തടിയുടെ വീതി തന്നെ 1.5 ഇഞ്ച് വീതിയാണ് ഈ ചെയ്തിരിക്കുന്നത്. ഈ സെറ്റ് ചെയ്തതാണ്. മോഡൽ കിച്ചൺ എന്നുള്ളൊരു ഇതില്ല. നമുക്ക് ആവശ്യമുള്ളൊരു ഒരുപാട് ആൾക്കാർ ഈ കിച്ചണിൽ ഒരുപാട് പൈസ പണ്ടിറക്കും. ഒരുപാട് ആൾക്കാർ കിച്ചണിലാണ് കിച്ചണിൽ ഗ്രാനൈറ്റ് മാത്രം കൊടുക്കുക, എങ്ങും കൂടില്ല. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അതുപോലെ തന്നെ കിച്ചണിൽ നിന്നും നമുക്ക് എന്താ പറയാ നമ്മുടെ പുറത്തോട്ട് നോക്കാന്നുണ്ടെങ്കിൽ കുറഞ്ഞാണ് പ്രശ്നം. ഞാൻ പറഞ്ഞില്ല ഇവിടെ മിക്കതും എന്താ പറയുക സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയല്ല. പക്ഷേ എന്താ പറയുക ഇത് പുതിയ ആളുകളെല്ലാം കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റിയോടാണ് ഓരോ സാധനങ്ങളും ഉള്ളത്. ഇവിടുത്തെ ജനാലകളായാലും കട്ടളയായാലും എന്താ ഓരോ തൂണുകളുടെ വർക്കുകൾ ഒരു മിനിമം പറഞ്ഞൊരു 100 വർഷത്തിലൊക്കെ പുറത്തുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പം പുറമെ എല്ലാവരും പറയും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒരിക്കലും ഒരു വീട് ചെയ്യരുത്, അല്ലെങ്കിൽ പുതിയത് തന്നെ ഒരിക്കലും അങ്ങനെ ഒരു മൈൻഡ് സെറ്റേ വേണ്ട. പുതിയ സാധനങ്ങൾ അങ്ങനെയൊന്നുമില്ല, പഴയത് തന്നെയാണ് നല്ല ക്വാളിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയില്ല, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ വീടിൻ്റെ എന്താ പറയുക മനോഹാരിത കിട്ടുന്നത് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കയറിയപ്പോഴാണ്. നമ്മുടെ പുതിയത് അല്ലെങ്കിൽ കണ്ടംപററി സ്റ്റൈലിലുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ വീട് അത്രയും മനോഹരമായിട്ട് കിട്ടില്ല. ഈ ഇവിടുത്തെ കഥക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കഥക് തന്നെ പഴയത് തന്നെയാണ്. പഴയ എന്താ പറയുക നമ്മുടെ ഒരു കുട്ടിക്കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ എങ്ങനെയാണോ അതേപോലുള്ള രീതിയിലെ കഥകളിലാണ് നമ്മുടെ ഇവിടെ. മെയിൻ ഈ വീടിന്റെ കുളപ്പരയാണ്. കുളപ്പര ഹൈലൈറ്റ് എന്ന് പറയുന്നത് പുറയിലാണ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിൽ തോന്നുന്നത്? നമ്മുടെ വീടിനോട് നമുക്കൊരു കാര്യത്തിൽ വേണമെന്നുള്ളൊരു ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തതാണ്. 3 വർഷം എടുത്തത്. അതാണ് 3 വർഷം എടുത്തിട്ടാണ് ഈ ഒരു വീടിന്റെ 3 വർഷം എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഒരു വീട്. എനിക്ക് സാധാരണ ആദ്യമായിട്ട് വീട് ഇഷ്ടമാണെങ്കിൽ തന്നെ കണ്ടംപററി സ്റ്റൈലുള്ള വീട് നമ്മൾ കാണാറുള്ളത്. അത്രയും അടിപൊളിയായിട്ട് കറക്റ്റ് A to Z സാധനങ്ങൾ ചെയ്തെന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മുടെ അതിന്റെ വാസ്തു മഹേഷ് വന്നിട്ട് പറഞ്ഞതാണ് അതാണ് ഇതിന്റെ വാസ്തുവിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അത് പറഞ്ഞനുസരിച്ച് ഇതിന്റെ എല്ലാം പ്രൂഫ് വർക്കും പിന്നെ എല്ലാവരുടെയും നല്ല രീതിയിൽ പിന്നെ എല്ലാം ദൈവാധീനത്തിന്റെ കുറച്ച് നമ്മള് വീട്ടിൽ മാത്രമേ പുറത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിൽ കൂടെ ഒക്കെ നടന്ന് മുകളിൽ എല്ലാം വെക്കാം. അത് നല്ല ആടുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല. ഇറങ്ങി നമുക്ക് അല്ലെങ്കിൽ എവിടെ ഇരുന്നാലും കാണാം. മെയിൻ സൈഡിലേക്ക് നമുക്ക് എവിടെ പുതിയത് ഈ പറഞ്ഞ പോലെ പഴയത് എപ്പോഴും ഒരു മൂല്യമാണ്. പുതിയത് അങ്ങനെ ഒരു സാധനത്തിന് ഒരു റിസ്കിലെ പരിധി വരെ പഴയതിനൊക്കെ മൂല്യം അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ ഫാമിലി ഒന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് കാണാം. ബാക്കി കാര്യങ്ങളിലോട്ട് ചോദിക്കുകയും ചെയ്യാം. അപ്പം വൈഫും 2 കുട്ടികൾ. ഓക്കെ, രണ്ടുപേരും നല്ല കുസൃതിയാണല്ലോ. കാരണം ഈ വീഡിയോക്ക് സൗണ്ട് കിട്ടും. കാരണം അവനാണെന്നുണ്ടെങ്കിൽ വന്നാൽ മാത്രം കരച്ചിലോട് കരച്ചില്ല. പേരെങ്ങനെയാണ് കുട്ടിയുടെ? കൃഷ്ണ. ചേട്ടൻ്റെ പേരും നമ്മൾ എടുത്തു പറഞ്ഞിട്ടില്ല. ചേട്ടാ ഈ ഒരു വീടിന്റെ കൺസെപ്റ്റ് പറഞ്ഞിട്ട് എങ്ങനെയായിരുന്നു? എനിക്കിഷ്ടമായിരുന്നു. പിന്നെ ആദ്യം
നമ്മള് വീടിന്റെ ഇത് വരച്ചപ്പോ ഫ്രണ്ടില് മാത്രമേ വരാന്തയുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു റൗണ്ട് വരാന്ത അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വേറെ ബാക്കിയൊക്കെ തന്നെ ഒരു പ്രശ്നം എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ചോദിക്കാം അങ്ങനെ ചെയ്താൽ മതിയോ. കോച്ച് സംബന്ധമായ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പതുക്കെ ടൈം എടുത്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. എനിക്ക് തന്നെ ഒരു എസ്റ്റിമേറ്റ് എന്നാലൊരു എസ്റ്റിമേറ്റ് അങ്ങനെ എടുത്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം എല്ലാം കൂടെ ചെയ്യുന്നതാണ്. മൊത്തം വീടിൻ്റെതായിട്ട് മാത്രമായിട്ട് നമ്മളൊരു എടുത്തിട്ടില്ല. എന്തായാലും ഒരു വീടിന്റെ മാത്രമായിട്ട് അങ്ങനെ ഒരു പരിപാടി ആയിരിക്കും എന്ന് നോക്കിയിട്ടില്ല. എല്ലാവരും എല്ലാം കൂടെ നോക്കുമ്പോൾ അത്രയും ഒരു കണക്കൂട്ടില്ല. എന്നു വെച്ചാൽ എല്ലാം പഴയ കുറേയൊക്കെ നമ്മൾ എഴുതാൻ വിട്ടുപോയതൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളൊരു എല്ലാം കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഒരു കോസ്റ്റിന്റെ ഒരു പ്രശ്നമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ തന്നെ അവസാനിക്കാം. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായിട്ട് പുരയിടത്തിന്റെ മറ്റൊരു വീഡിയോയിൽ കാണാം.